പത്തനംതിട്ട നഗരസഭയുടെ പിടിപ്പുകേടിൻ്റെ ഉദാഹരണമായി മാറുകയാണ് മോടിപ്പടി കുമ്പാങ്കൽ റോഡ്. തകർന്ന തരിപ്പണമായി ഈ റോഡ് വഴി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. 250ഓളം കുടുംബങ്ങളുടെ സഞ്ചാരപാത വർഷങ്ങളായി തകർന്നടിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഓഫ് റോഡ് ദൃശ്യങ്ങളല്ല ഇത്. എന്നാൽ ഈ റോഡ് വഴി സഞ്ചരിക്കണമെങ്കിൽ സാഹസികത വേണ്ടിവരും. നഗരസഭാ പരിധിയിൽ 3-4 വാർഡുകളിൽ ഉൾപ്പെട്ട പ്രദേശം. മോടിപ്പടി കുമ്പാങ്കൽ റോഡിന്റെ 1.5 കിലോമീറ്റർ ദൂരം ഈ അവസ്ഥയിലായിട്ട് 10 വർഷം കഴിഞ്ഞു. വാർഡ് കൗൺസിലർമാർ മുതൽ സ്ഥലം MLA-ക്കും MP-ക്കും വരെ നാട്ടുകാർ പരാതി നൽകി. പക്ഷേ നടപടിയൊന്നുമില്ല. മെമ്പറിന്റെ വീട്ടിൽ ചെന്നോണ്ട് 4-ാം വാർഡിലെ മെമ്പർ ഞങ്ങളെ വഴക്ക് പറഞ്ഞു. 3-ാം വാർഡിലെ മെമ്പർ വഴക്ക് പറഞ്ഞു. 4-ാം വാർഡിൽ ചെന്നോണ്ട് മെമ്പർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നോടനെ ഞങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റി ചെന്ന് ചെയർമാനോട് പരാതി പറഞ്ഞു. പരാതി കൊണ്ട് കൊടുത്തു. പിന്നെ കളക്ട്രേറ്റിൽ പോയി ഞങ്ങൾ കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഒപ്പിട്ട്, ഇവിടങ്ങളിലുള്ളവരെ ഒപ്പിട്ട് കളക്ട്രേറ്റിൽ കൊണ്ട് കൊടുത്തു. MLA-ക്ക് കൊടുത്തു, MP-ക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഇപ്പം പറയുന്നു, അന്ന് പറഞ്ഞ് 40 ലക്ഷം അനുവദിച്ച് കിടക്കുക. ആരോ ഒരാളുടെ പേര് പറഞ്ഞു, ആ സർക്കിൾ അലങ്കാരത്തിന് കൊടുത്തേക്കുക, ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. കുണ്ടുകുഴിയും നിറഞ്ഞ ഈ ഭാഗത്തേക്ക് ഓട്ടം വരാൻ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ തയ്യാറല്ല. അപകട ഭീഷണികൾ താണ്ടിയാണ് സ്കൂൾ ബസ്സുകൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഇതുവഴി എത്തുന്നത്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ തീരില്ല. ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെ ഈ റോഡിൽ കൂടെ പോകും? ആ അമ്പലത്തിന്റെ അവിടെ മൊത്തം പോയി. അവിടെ ഒരു ചെറിയ അംഗൻവാടി വരെയില്ല. ആ കുഞ്ഞുങ്ങളാരും ഈ ചെറിയ റോഡിൽ കൂടെ നടന്നു തട്ടി വീഴത്തില്ലേ? ഇതൊക്കെ ഇവരുടെ കണ്ണ് എവിടോട്ടായിരിക്കുന്നത്? ഇവർക്ക് ജനങ്ങൾ മാത്രം വോട്ട് മാത്രം മതിയോ? സ്റ്റീലായിട്ട് പോലും അതുകൊണ്ട് ഉപകാരമില്ല. അതുപോലെ മെമ്പറാണ്. MP-ക്ക് ഞങ്ങൾ പരാതി കൊടുത്തു, MLA-ക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, പിന്നെ കളക്ടർക്ക് കൊടുത്തു, മുനിസിപ്പാലിറ്റി കൊടുത്തു. ഇനി കൊടുക്കാൻ എങ്ങനെ വലിയ ഇനിയിപ്പോൾ ഇനി ചെയർമാൻ ഇപ്പം കൊടുക്കാൻ ഇനി ഒരു സ്ഥലമില്ല. ഈ റോഡിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ കിടക്കുന്ന എല്ലാം കണ്ടോ, വെള്ളം ചാടിയിട്ടും ഞങ്ങൾക്ക് രാത്രി ഉറക്കമില്ല. ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ചാടി അങ്ങനെ അവിടെ വരെ പോകും. ഇവർക്കാണെങ്കിൽ ആ കുഴിക്കകത്തപ്പം നേരെ വാതിൻ്റെ അകത്ത വെള്ളം കയറുന്നു. അത് ഒന്ന് ചെയ്ത് കൊടുക്കണ്ടേ? ഒരൊറ്റ ഒരു സാധനം അർജുനന് വിളിച്ചാൽ എടുക്കത്തുമില്ല, വരുത്തുമില്ല. ഈ റോഡിന്റെ കാര്യത്തിൽ അധികൃതർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ജനം, പത്തനംതിട്ട.